അരികിൽ. രചന ലക്ഷ്മി. അവതരണം സാലിം കരുളായി. എന്റെ പൊന്നു കുഞ്ഞല്ലേ, അമ്മയുടെ കവിള് റെഡായത് പപ്പ ഉമ്മോചോണ്ടൊന്നും അല്ല. പിന്നെ എങ്ങനെയാ ചേറ്റായേ? അത് പിന്നെ അത് അമ്മ ഒരു കൊതുകിനെ അടിച്ചേയാ. നീങ്ങ വന്നേ, നമുക്ക് 1 2 3 പഠിക്കാം. ഞാൻ വരില്ല, എൻ്റെ ഒരു കാര്യം പറയാനുണ്ട്. അത് പറഞ്ഞ് ഞാൻ പോവും. ഇല്ല, ഞാൻ പാപ്പ അമ്മയും ഉമ്മ വെച്ച കാര്യം എല്ലാവരും ഒരു പരിയും. അതുകൂടി കേടൊന്നും വൈകി ആദ്യയുടെ കൈ കിട്ടും. ആ പറയേ, എന്തെന്റെ കുറുമ്പിന് പറയാനുള്ളത്? അതോ പാപ്പേ, അന്നെ കുറിച്ച് മോളി മുച്ചിന് എന്നെ ഇവിടെ നിച്ചാൻ വെക്കൂലല്ലോ. അതുകൊണ്ട് നമുക്ക് പാപ്പേന്റെ വീട്ടിൽ പോവാം. ഞാൻ അവരെ പയച്ചോല്ലാം. അമ്മ വീട്ടിലെ കോളേജിൽ പഠിപ്പിച്ചാൽ പോക്കൂലും. ഇതായിരുന്നോ? നമുക്ക് പോവാലോ. അതിനാണോ ഈ ഭീഷണി കൊണ്ട് ഇറങ്ങിയത്? എപ്പോൾ പോവും എനിക്ക് അറിയണം. ഇല്ല ഞാൻ പാഞ്ഞു പോക്കൂ. രണ്ടും കൽപ്പിച്ച് നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ സത്യത്തിൽ ദേവിക്ക് ചിരിയാണ് വന്നത്. വൈകി എന്തോ പറയാൻ വന്നതും ദേവി അത് തടഞ്ഞ് ആദ്യം എടുത്തു. ആഹാ, അപ്പം എൻ്റെ കുറുമ്പിക്ക് ഇതാണ് പറയാനുള്ളതല്ലേ? വലിയ പ്രശ്നമാണല്ലോ. നമ്മളിതിപ്പോൾ എങ്ങനെയാ വൈകിയെ പരിഹരിക്കുന്നത്? ആദ്യയുടെ മാത്രമല്ല, എൻ്റെയും പ്രശ്നമാണിത്. എത്ര വേഗം അതിന് തീർപ്പുണ്ടാക്കിക്കോ. ഇല്ലേ ഞാനും മോള് കൂടി കളരിക്കലോട്ട് നേരിട്ട് അങ്ങ് പോകും. അല്ലേ മോളെ? ആന് പാപ്പ മാറ്റി ഇവിടെ ഒറ്റച്ച് നിൽക്കും. ആഹാ, അമ്മയും മോളും കൊള്ളാലോ. ഡേ കാന്താരി, നിനക്ക് പാപ്പയുടെയും അമ്മയുടെയും കല്യാണം കാണണോ വേണ്ടെന്ന് ഇപ്പൊ പറയണം. ഐഷ്, നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചാൽ പോവാണോ? പിന്നെ അല്ലാതെ, ഇനി നിന്റെ അമ്മയെ കേട്ടിട്ടേ എനിക്ക് ബാക്കി കാര്യമുള്ളൂ. എന്നിട്ട് നമ്മളെല്ലാം കൂടി അവിടെ പാപ്പയുടെ വീട്ടിൽ താമസിക്കും. പോരെ? മായി ഉമ്മ നല്ല പാപ്പ. ഞാൻ എല്ലാവരോടും പായേറ്റേ എന്റെ ചായ നീറ്റ്. എന്നതാ പറയാൻ പോണേ? ഞാൻ നാട്ടിൽ കൊണ്ടുപോകുന്നു പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഉമ്മയുടെ കാര്യം പറയാൻ പോണേ? ഓ അല്ല, ഞാൻ നിങ്ങളിൽ രണ്ടാലും കല്യാണം കഴിച്ചാൻ പോകുന്ന കാര്യം പറയാൻ പോനേ. ആ എന്നാ ഓടിക്കോ. ആദ്യം ചാടിത്തുള്ളി പോയത് ഡെവി പുഞ്ചിരി പിരിഞ്ഞ് മുഖവുമായി വൈകിയെ നോക്കി. നീ എന്നതാടി ഇങ്ങനെ കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കുന്നേ? നിനക്കിനെ കേട്ടൊന്നും വേണ്ടേ? ദേ ഈ ചായ ചുമ്മാ കൊച്ചിനോടൊന്നും പറഞ്ഞു വിടരുത്. നോക്കിക്കോ, എന്നാ കല്യാണം ചോദിച്ചോ ഇനി നടപ്പ്. ഞാൻ വെറുതെ പറഞ്ഞതല്ലടി. ആദ്യം ഞാൻ കരുതിയത് ചെയ്തു തീർക്കാനുള്ളതെല്ലാം ചെയ്തു തീർത്ത് നമുക്ക് ഒന്നിക്കാന്നാണ്. പക്ഷേ ഇനിയിപ്പോൾ ആദ്യം കൂടി പറഞ്ഞപ്പോൾ ആദ്യം നമ്മൾ ഒന്നിക്കുന്നത് നല്ലതെന്ന് തോന്നി. നീ എൻ്റെ സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ധൈര്യമായി. അതുകൊണ്ട് ആദ്യം നമ്മുടെ കെട്ടങ്ങ് നടക്കട്ടെ. സത്യം? ആടി സത്യം. അല്ലേ ഇവിടുന്ന് പോയ മുതൽ എന്നെ കുരിശി കയറ്റില്ലേ? അതുകൊണ്ട് നീ നാട്ടിലെ കോളേജിലേക്കുള്ള ട്രാൻസ്ഫർ എത്രയും മിക സെറ്റാക്കാൻ നോക്ക്. അതും പറഞ്ഞവൻ അവളെ വീണ്ടും ചേർത്ത് പിടിക്കാനായി തുടങ്ങി. വേണ്ട, ഇനി എല്ലാവരും കൂടി അവൻ കയറി വരുന്നേ. എനിക്കിനി വയ്യ നാണം കെട്ടാൻ. ഇതുകൊണ്ടുകൂടിയാ ഞാൻ വേഗം കെട്ടാൻ തീരുമാനിച്ചേ. ഓഹോ, എന്നാലേ സാറ് ചെല്ലാൻ നോക്ക്. എനിക്കിവിടെ ഇത്തിരി പണിയുണ്ട്. ഞാൻ സഹായിക്കടി. ആ സഹായം എനിക്ക് വേണ്ട മോനെ. പോവാൻ നോക്കിയേ, നിന്നെ കൈ കിട്ടും. നോക്കിക്കോ നീ. അതും പറഞ്ഞവൻ പുറത്തേക്ക് പോയി. ഞാൻ നിന്നെ നോക്കി വന്നതാ. എന്തുവിടാ കുരുട്ടവിടാന്ന് പറയുന്നത്? നീയും വൈകി കെട്ടാൻ പോവാണോ? വൈകിയുടെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ജോയി അവനെ തിരക്കി അങ്ങോട്ട് വന്നത്. അതെല്ലോ, നമ്മൾ രണ്ടും ഒരേ പ്രായക്കാരായിട്ടും 3 കൊല്ലം മുന്നേ നീ കെട്ടി. അവ പിന്നെ ഞാൻ ഇപ്പോഴേലും കെട്ടണ്ടേ? വൈകി ഇവിടുന്ന് കാവടി തുള്ളി പോകുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി നിനക്കൊരു കുഴി വെട്ടാൻ നാട്ടിലേക്ക് വിളിച്ച് പറയാന്ന്. ഇപ്പോഴിതാ പന്തലിടുന്നവരെ കാര്യങ്ങളൊക്കെ ആയല്ലോ. ഇതെന്താ മായ? എല്ലാം പറഞ്ഞടാ ഞാൻ അവളോട്. ഇതല്ലേ ഞാൻ നേരത്തെ തൊട്ട് പറയുന്നതും. അപ്പോഴെല്ലാം ഓരോന്ന് പറഞ്ഞ് നീ മാറ്റി മാറ്റി കൊണ്ടുപോയി. ആ സമയത്ത് അവളെല്ലാം കിടന്ന് നന്നായി. ഇല്ലേ ഇനി ഇത് നീണ്ടുപോയിനെ. എന്നിട്ട് എന്നാ മിന്നുകെട്ട് ഉടനെ വേണം. പിന്നെ നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. നാട്ടിലേക്ക് പോകും മുമ്പ് നീ കോഴിക്കോട് ഒന്ന് പോകണം. മാറ്റവന്മാരെ തപ്പാനാണടാ. കിരണെന്ന് എന്നെയും വൈകിയും ഒന്നിച്ച് കണ്ടതല്ലേ? ഉറപ്പായും അവൻ പോയിരിക്കുന്നത് ആ വിഷ്ണുവിൻ്റെ അടുത്തേക്കാവും. നീ അവന്മാരെ പറ്റി വിശദമായി തിരക്കണം. അത് ഞാൻ ഏറ്റു. അവന്മാരെ സ്കെച്ച് ചെയ്തിട്ടേ ഞാൻ വരൂ. വന്നോ? എന്നതാടാ കൊച്ചു പറയുന്നത്? സത്യടി, ഞങ്ങൾ കേട്ടാൻ തീരുമാനിച്ചു. അമ്മച്ചെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അവിടെ സ്വർഗം കിട്ടിയ സന്തോഷ. ഇനി അച്ഛൻ്റെ സമ്മതം കൂടി വേണം. എൻ്റെ സമ്മതവും അനുഗ്രഹമല്ല എന്നും നിങ്ങളുടെ കൂടെ ഉണ്ട് മക്കളെ. എത്രയും വേഗം വേണമെന്നേ എനിക്കുള്ളൂ. ഞാനില്ലേ എൻ്റെ മോള് സന്തോഷത്തോടെ ഇരിക്കണം. അത് മോന് പറ്റൂ. അച്ഛനെന്ന് ഞങ്ങളുടെ കൂടെ കാണും. വൈകിട്ട് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനും വൈകാതെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആകും. എന്നിട്ട് നമ്മളെല്ലാം കൂടി ഒന്നിച്ച് അവിടെ. അല്ലേടാ? പിന്നല്ലാതെ. ദേ ഈ 2 നോക്കിയേ, ലോട്ടറി അടിച്ച സന്തോഷമല്ലേ മുഖത്ത്? ഒത്തിരി ചന്തോച്ചായി.
എന്നാ പിന്നെ ഈ സന്തോഷത്തില് ജോപാപ്പയുടെ വക എല്ലാവർക്കും നല്ല സൂപ്പർ ബിരിയാണി പോരെ? ആ മായി അന്നെ കൊച്ചു എന്നാടി മിണ്ടാ നിൽക്കുന്നേ? നിനക്ക് സന്തോഷമൊന്നുമില്ലേ? അയല്ല, ഡെബിയുടെയും വൈകിയുടെയും കല്യാണം കഴിഞ്ഞില്ലേ, പിന്നെ അടിപൊളി എങ്ങനെയാ വന്നേ? എന്നെ അമ്മച്ച അമ്പോറ്റ കൊത്തയ്യ അല്ലേ പാപ്പേ? പിന്നല്ലാതെ പാപ്പയുടെ അമ്മയുടെ പുണ്യല്ല എൻ്റെ കുഞ്ഞ്. ആ പുണ്യം നെഞ്ചോട് ചേർക്കാൻ കഴിയാതെ പോയ രണ്ട് ജീവനുകൾ അകലെ നക്ഷത്രങ്ങളായി കണ്ണു ചിമ്മി. നീ പോവാൻ നോക്ക് പെണ്ണെ, പിള്ളേർക്കുള്ള പാല് ഞാൻ കൊടുത്തോളാം. മോളിക്കുട്ടിയും വൈകി രാവിലെ തന്നെ അടുക്കളയിലാണ്. വൈകിയുടെ ഫ്ലാറ്റിലാണ് പാചകമെല്ലാം. ടീച്ചറെ ഇറങ്ങാറായോ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. യൂണിഫോമിൽ അവിടേക്ക് വന്ന് ഡെവി പറഞ്ഞു. ആ വരുന്നു. ഡാ എനിക്ക് 12 ട്രെയിന്, ഇറങ്ങാൻ നേരം നിന്നെ വിളിക്കാം. ഓക്കെ, നമുക്ക് ഇറങ്ങാന്നാ. വൈകിയെ നോക്കി ചോദിച്ചതും അവൾ ബാഗും എടുത്തിറങ്ങി. അവൻ്റെ ഒപ്പം കാറിലിരിക്കുമ്പോൾ അവൾ മുൻപ് ഇതുപോലെ യാത്ര ചെയ്ത് ഓർത്തു. ക്ലാസ് തുടങ്ങിയിട്ട് കുറച്ചായില്ലേ? ആ ഈ സെമ്മിൽ എനിക്ക് ലാഭം മാത്രമേ ഉള്ളൂ. അതെന്തായാലും സ്റ്റാർട്ട് ആവാൻ 2-3 വീക്ക് കഴിയും. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഞാൻ ട്രാൻസ്ഫറിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്, അതുകൂടി ഒന്ന് സംസാരിക്കണം. അല്ല, വൈകിട്ട് എങ്ങനെയാ വരുന്നത്? എനിക്ക് നേരത്തെ ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഏയ് അത് കുഴപ്പമില്ല, ബാമയുണ്ടല്ലോ, അവളുടെ കൂടെ വരാം. ഡെവി വൈകിയെ കോളേജിലേക്ക് ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു പോയി. അവനോട് യാത്ര പറഞ്ഞവൾ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. ആഹാ വന്നോ? ഞാൻ ബാമ മിസ്സിനോട് പറയുമായിരുന്നു, പിള്ളേരേക്കാൾ കൂടുതൽ സെയിം ബ്രേക്ക് ആഘോഷിക്കുന്നത് വൈകാ മിസ്സാണെന്ന്. സ്റ്റാഫ് റൂമിനകത്തേക്ക് കയറിയപ്പോൾ HOD സൂസൻ മിസ് പറയുന്നത് കേട്ടതും വൈക അവർക്കൊരു ചിരി നൽകി. മോർണിംഗ് മിസ്. ആ മോർണിംഗ് മോർണിംഗ്. വൈക നാട്ടിൽ പോയേക്കുവായെന്ന് ബാമ പറഞ്ഞു. അവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടായിരുന്നോ? അവിടെ ഹസ്ബൻഡിൻ്റെ നാട്ടിലായിരുന്നു മിസ്. മിസ്സിൻ്റെ ഹസ്സും മോളും വന്നിരുന്നെന്ന് ഇവർ പറയുന്നത് കേട്ടായിരുന്നു. ഞാൻ പേപ്പർ വാലേഷന് പോയത് കൊണ്ട് എനിക്കൊന്ന് കാണാൻ പറ്റിയില്ല. രണ്ടുപേരെയും ഒരിക്കലും കൊണ്ടുവരണം കേട്ടോ. എന്നാലും കല്യാണം കഴിഞ്ഞ കാര്യം ഞങ്ങളോട് മറച്ചു വെച്ചത് ശരിയായില്ല. അതിനെപ്പറ്റിയൊരു സംസാരം വരാത്തതുകൊണ്ട് പറയാഞ്ഞതാണ്. പിന്നെ മിസ്സേ, ഞാൻ ട്രാൻസ്ഫറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതൊന്ന് വേഗമാക്കാൻ നോക്കണേ. നീ ഇവിടുന്ന് പോവാണോ? നാട്ടിലേക്ക് പോകാനടി. അവിടെ ഇപ്പം അമ്മച്ചി ഒറ്റക്ക. ഞാൻ ഇച്ചാനും കൂടി അങ്ങോട്ട് മാറാനാണ്. ലവ് മാരേജ് ആയിരുന്നോ മിസ്സേ? ദേവി മിസ് ചോദിച്ചു. അത് പിന്നെ വൈകാ മിസ്സിന്റെ മുഖം കണ്ടാൽ അറിയില്ലേ? ഈച്ചാനെന്ന് പറയുമ്പോൾ തന്നെ ആ മുഖം ചുമക്കുന്നത് നോക്ക്. നിഹാൽ സാർ കളിയോടെ പറഞ്ഞു. എല്ലാവരും കളിയാക്കുമ്പോൾ വൈകിക്ക് വല്ലാത്ത ചമ്മല് തോന്നി. ഈ ചിരി കേട്ടുകൊണ്ടാണ് വൈകി സ്റ്റാഫ് റൂമിലേക്ക് വരുന്നത്. തിരിഞ്ഞു നിൽക്കുന്ന വൈകി അവൻ കണ്ടിരുന്നില്ല. ആഹാ, എല്ലാവരും വലിയ സന്തോഷത്തിലാണല്ലോ, ഞാനും കൂടി കേൾക്കട്ടെ. സാറ് വൈകാ മിസ്സിനെ കണ്ടില്ലേ? അപ്പോഴാണ് അവനും അവളെ ശ്രദ്ധിക്കുന്നത്. പഴയതുപോലെ അവളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് തനിക്കപ്പോൾ ഇല്ലെന്ന് ഓർത്തപ്പോൾ അവന് സമാധാനം തോന്നി. മിസ് ലീവ് കഴിഞ്ഞ് വന്നോ? ഞങ്ങളിത് ലീവ് എടുത്ത് ആ വഴിക്ക് അങ്ങ് പോയെന്ന്. ആ പോവാൻ തന്നെയാണ് മാഷേ. മിസ് ഹസ്ബൻഡ് നാട്ടിലേക്ക് ട്രാൻസ്ഫർ കൊടുത്തേക്ക് പോവാം. വരുണൊരു ചിരി നൽകിയവൾ തൻ്റെ സീറ്റിലേക്ക് ഇരുന്നു. അവനും പിന്നെ ഒന്നും പറഞ്ഞില്ല. ഇടയ്ക്കിടയ്ക്ക് അവളിലേക്ക് പോകുന്ന കണ്ണുകളെ അവൻ പണിപ്പെട്ട് അടക്കി നിർത്തി. എന്തൊരു കഷ്ടാണിത്. ഈ അസൈൻമെന്റ് എഴുതുന്നത് പോട്ടെ, അതിൻ്റെ കൂടെ ഈ ട്യൂട്ടോറിയൽ എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. നമ്മളെ മെനക്കെടുത്താനായിട്ട്, അല്ലാതെ എന്തിനാ? ഇത്രയും നാൾ ആ സൂസൻ മിസ്സായിരുന്നു ഒന്നിനു പിറകെ ഒന്നായി പണി തന്നത്. ഇപ്പൊ ആ കാലം തുടങ്ങിയിട്ടുണ്ട്. കീർത്തി ദേഷ്യത്തിൽ പറഞ്ഞു. വരുൺ സാർ ഇന്ന് കാലിലേക്ക് വരെ എത്തിയല്ലോ, എന്തൊരു മാറ്റം. അപ്പം മോള് പ്രേമം പൂട്ടി പോക്കലിൽ വെച്ചോ? പ്രേമം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അന്ന് കഷ്ടകാലത്തിനാ അങ്ങനെ എനിക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നെന്ന് പറയാൻ തോന്നിയത്. സെയിം ബ്രേക്ക് കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് പണിയോട് പണിയാ. പോരത്തിന് എന്ന് എന്നോട് മാത്രം ക്വസ്റ്റ്യൻ ചോദിക്കലും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നിങ്ങൾക്കെല്ലാം ട്യൂട്ടോറിയൽ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മറ്റന്നാള്, എനിക്ക് മാത്രം ഇന്ന്. ആ മതി, നീ കൊണ്ടുപോയി വെക്ക്. രാവിലെ വെക്കണമെന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഈ ബോർഡർ കൂടി വരക്കട്ടെ, ഇല്ലേ ചിലപ്പോൾ ഇതിനയാൾ എന്നെ കൊണ്ട് വീണ്ടും എഴുതി ചിന്തിരിക്കും. വൈകിയും വരുണും മാത്രമേ സ്റ്റാഫ് റൂമിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് കീർത്തി അവിടേക്ക് വരുന്നത്. വരുണിനോട് കലിപ്പുണ്ടെങ്കിലും അത് മനസ്സിൽ വെച്ച് ചിരിയോടെ അവൾ സ്റ്റാഫ് റൂമിലേക്ക് കയറി. വൈകി അവിടെ കണ്ടതും കീർത്തി വരുണിനെ ഒന്നുകൂടി നോക്കി. ഓ, കുറുക്കൻ്റെ കണ്ട് കോഴിക്കൂട്ടി തന്നെയോ? പിറുപിറുത്തുകൊണ്ട് അവൾ വരുണിന്റെ ടേബിളിന്റെ അടുത്തേക്ക് ചെന്നു. മുന്നിലൊരാൾ വന്നതുപോലും അറിയാതെ വൈകിയെ നോക്കുന്ന അവനെ കണ്ട് അവൾക്ക് സത്യത്തിൽ ചിരിയാണ് വന്നത്. സാറേ. എന്താ? കുന്തം. പതിയെ പറഞ്ഞ അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. ട്യൂട്ടോറിയൽ ഇന്ന് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു സാറ്. ഫസ്റ്റ് അവർ മുന്നേ വെക്കണമെന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് ഇപ്പോഴാണ് കൊണ്ട് വെക്കുന്നത്? സാർ, ഇനി AOSന്റെ അസൈൻമെന്റ് വെക്കണമായിരുന്നു, അതുകൊണ്ട് താമസിച്ചതാ. എല്ലാ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ. എഴുതിയ ഓരോ ലൈനും വായിച്ചു നോക്കുന്നവനെ കാണെ അവൾ വാ തുറന്നു. എൻ്റെ ദൈവമേ, ഈ കാലെല്ലാം വായിക്കുവാണല്ലോ. സ്പീഡിൽ എഴുതിയപ്പോൾ പകുതി ലൈനും എഴുതിയിട്ടില്ല.
കണ്ടുപിടിക്കല്ലേ, പ്ലീസ് പ്ലീസ്. താനെന്താ ഈ പെറുപിറുക്കുന്നത്? ഒന്നുമില്ല സാർ. ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണോ ഈ 4 വരിയിൽ എഴുതി വെച്ചേക്കുന്നത്? ഇതിൽ ഡയഗ്രാം എവിടെ? അതുപോലെ ഡീപ് ലിയറിംഗിന്റെ ആപ്ലിക്കേഷൻ 7 എഴുതാനല്ലേ പറഞ്ഞത്? ഇത് 4 ഉള്ളൂ, അതും ജസ്റ്റ് ഹെഡിങ് മാത്രം. തന്നോട് ഇങ്ങനെയാണോ എഴുതാൻ പറഞ്ഞത് ഞാൻ? സാർ അത് എനിക്ക് എക്സ്പ്ലനേഷൻ ഒന്നും കേൾക്കണ്ട. ഈ കാണിച്ചു വെച്ചതിന് ഇത്രയും ക്വസ്റ്റ്യൻ 2 വട്ടം എഴുതിക്കാൻ വേണ്ടത്. അതുകൂടി കേട്ടതും അവൾ നിന്ന് പല്ല് കടിച്ചു. തൽക്കാലം അത് വേണ്ട. ഡാറ്റ സയൻസിലെ ഫസ്റ്റ് മിഡിൽ യൂസിന്റെ ലാസ്റ്റ് 2 ടോപ്പിക് താൻ വെനസ്ഡേ സെമിനാർ എടുക്കണം, കേട്ടല്ലോ? സാർ ഞാനത് പഠിച്ചിട്ടില്ലല്ലോ. ഇതുവരെ പഠിപ്പിച്ചോടത്തെല്ലാം ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടാണോ ആ പോർഷൻ സെമിനാർ തരുന്നത്? അവൻ അരച്ചു കലക്കി കുടിക്കാനുള്ള ദേഷ്യത്തിൽ കീർത്തി അവിടെ നിന്നു. വരുൺ കത്തി കയറുമ്പോൾ കീർത്തി അവനെ കത്തിയെടുത്ത് കുത്തിയാലെന്നാണ് ചിന്തിച്ചത്. അതിനിടയിൽ എപ്പോഴോ വൈകിയും അവിടുന്ന് പോയിരുന്നു. ഞാൻ ഈ പറയുന്നത് വല്ലതും താൻ കേൾക്കുന്നുണ്ടോ? ഉണ്ട് സാർ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി പറഞ്ഞായിരുന്നെങ്കിൽ സൗകര്യമായിരുന്നു. താനെന്താ എന്നെ കളിയാക്കുവാണോ? എന്റെ പൊന്ന് സാറേ, അറിയാതെ ഞാൻ നിങ്ങളെ ഇഷ്ടമായിരുന്നെന്ന് പറഞ്ഞു പോയതല്ലേ ഉള്ളൂ. അല്ലാതെ സാറിനെ കെട്ടിയില്ലേ, ഞാൻ കെട്ടിത്തൂമ്പി ചാവെന്നുള്ളത് പറഞ്ഞു. വാട്ട്? അങ്ങനെ പറഞ്ഞതിനാണ് എന്നോട് ഇങ്ങനെ അമ്മായി പോലെ നടത്തുന്നതെങ്കിൽ നിങ്ങളുടെ പേരും എഴുതി വെച്ച് ഞാൻ തൂങ്ങിച്ചാവും, നോക്കിക്കോ. അല്ല പിന്നെ കുറെ ആയത് തുടങ്ങിയിട്ട്. അവൾ ബുക്കുമെടുത്ത് പുറത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. വരുണാണെങ്കിൽ അവൾ പറഞ്ഞത് ആരെങ്കിലും കേട്ടോന്നറിയാൻ ചുറ്റിനും കണ്ണോടിച്ചു. മിസ്സേ ഒന്ന് നിൽക്കണേ. പിറകിൽ നിന്നും ഒരു വിളി കേട്ടതും വൈക അവിടേക്ക് നോക്കി. തൻ്റെ അടുത്തേക്ക് വരുന്ന വാണിയെയും മീനുവിനെയും കണ്ടപ്പോൾ വൈകയുടെ പൂരികം പറഞ്ഞു. പഠിപ്പിക്കുന്ന കുട്ടികളായത് കൊണ്ട് തന്നെ അവരവൾക്ക് നന്നായി അറിയാമായിരുന്നു. പോരാതെ അന്ന് ഡെവിയെയും തന്നെയും ചേർത്ത് പറഞ്ഞ കാര്യങ്ങളും അവൾ മറന്നില്ല. എന്താ മിസ് ഇന്നാണ് വന്നത്? കുറച്ച് ദിവസം കണ്ടില്ലല്ലോ. അതെ, വെക്കേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് ചോദിക്കാനാണോ എന്നെ വിളിച്ചത്? നിങ്ങൾക്ക് ഈ അവർ ക്ലാസ് ഇല്ലേ? ഇല്ല മിസ്, പ്രൊജക്റ്റ് അവറാണ്, അതുകൊണ്ട് ലൈബ്രറി പോകാൻ ഇറങ്ങിയതാ. പറയുന്നത് നുണയാണെന്ന് അവർക്കും അത് കേൾക്കുന്ന വായിക്കും ഉറപ്പായിരുന്നു. എന്നാ 2 പേര് ചെല്ല്, ടൈം കളയണ്ട. അയ്യോ മിസ് പോവല്ലേ, ഞങ്ങളൊരു കാര്യം ചോദിക്കാനാ വന്നത്. പോകാൻ റെഡിയായി തിരിഞ്ഞ വായിക്ക് അവർക്ക് പറയാനുള്ളത് കേൾക്കാനായി 2 കൈയും കെട്ടി നിന്നു. ഇനി എന്നോട് ചോദിക്കാനുള്ളത് ചോദിക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങളുടെ പ്രൊജക്റ്റ് ടൈം കളയണ്ട. ചോദിക്ക്. അത് മിസ്സിന്റെ ഹസ്ബൻഡിന്റെ പേരെന്താ? അവളുടെ ചോദ്യം കേട്ടതും വൈകിട്ട് നെറ്റിച്ചുളിഞ്ഞു. ഇതാണോ നിങ്ങൾക്ക് ഇത്രയും കാര്യമായി എന്നോട് ചോദിക്കാനുള്ളത്? അല്ല മിസ്, ചോദിച്ചെന്നേ ഉള്ളൂ. ഡേവിഡ്, ഇനി എന്തെങ്കിലും? എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? മോൾക്ക് എത്ര വയസ്സായി? ഒരു മോളേ ഉള്ളൂ. ഇതെല്ലാം ഇത്രയും കാര്യമായിട്ട് ചോദിക്കാനുള്ള കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. അതും പോരാഞ്ഞിട്ട് മുൻപൊരിക്കൽ ഇതേ കോളേജിൽ വെച്ച് നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞത് ഞാൻ മറന്നിട്ടില്ല. അത് വേണ്ട. ഒരു അധ്യാപിക എന്ന നിലയിൽ എൻ്റെ കുട്ടികളോട് എങ്ങനെ പെരുമാറണമെന്ന് എനിക്ക് അറിയാം. അവരെ പഠിപ്പിക്കാനും അറിയാം. ക്ലാസ്സിന് പുറത്ത് എന്നോട് അവരെ എങ്ങനെ നിൽക്കുന്നു എന്നതുപോലെ ഞാനും അവരോട് പെരുമാറും. സോ 2 പേരും പ്രൊജക്റ്റിന്റെ കാര്യം എന്താണെന്ന് വെച്ചാ പോയി ചെയ്യേ. അത്രയും പറഞ്ഞവൾ തിരിഞ്ഞു നടന്നു. ഓ എന്തൊരു ഷോ ആടി. ഇവളുടെ ഭർത്താവിനെ എഴുതരാന്നും പറഞ്ഞില്ലല്ലോ. ഈ അഹങ്കാരത്തിന് ആ ഡേവിഡിനെ കൊണ്ട് തന്നെ ഞാൻ ഇവൾക്ക് മറുമരുന്ന് കൊടുത്തിരിക്കും. നീ കണ്ടോ? എന്താ നിന്റെ മനസ്സിൽ? ആദ്യം അയാൾ എനിക്കൊന്ന് കാണണം, ബാക്കിയെല്ലാം പിന്നെ. അപ്പോൾ വരുൺ സാറ്? അയാൾ ആർക്ക് വേണം? ഞാൻ പാപ്പ വഴി അയാളെ പറ്റി അന്വേഷിച്ചു. പറയത്തൊക്കെ ഒരു സ്വത്തും അങ്ങേർക്ക് ഇല്ല. പിന്നെ എനിക്കെന്തിനാ അങ്ങേരെ? എനിക്കെൻ്റെ ഡേവിഡിനെ മതി. അതും പറഞ്ഞവർ ക്യാൻറ്റീനിലേക്ക് പോയി. എടി, അപ്പം നിങ്ങളുടെ മാരേജ് നാട്ടിൽ വെച്ചാവൂലേ? എനിക്ക് വരാൻ ഒക്കില്ലെന്ന് സാരം. വൈകിട്ട് കോളേജിൽ നിന്നും പോയിരുന്ന വഴിയാണ് ബാമയും വൈകിയും. ബാമയുടെ വീട്ടിൽ അമ്മയും ചേട്ടനും മാത്രമേ ഉള്ളൂ. ചേട്ടൻ ഗൾഫിലായത് കൊണ്ട് തന്നെ അമ്മയെ തനിച്ചാക്കി അവൾ എങ്ങോട്ടും പോകാറില്ല. അമ്മക്കൊരു സർജറി കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് ദൂരയാത്ര ഒന്നും ചെയ്യാനൊക്കില്ല. കെട്ട് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി വന്ന് മേടത്തെ കണ്ടാ പോരെ? ആഹാ, അത് പോരാ. ഇവിടുന്ന് പെട്ടിയും കിടക്കെടുത്ത് പോകും മുമ്പ് കെട്ടിയോനും കെട്ടിയോളും കൂടി എനിക്ക് ഗ്രാൻഡായിട്ടൊരു ചെലവ് തരണം. ഓ ആയിക്കോട്ടെ, നീ ഐസ്ബർഗിൻ്റെ അവിടെ നിർത്തണേ. എന്നെ നോക്കി ഒന്നല്ല 2 പേരാ അവിടെ ഇരിക്കുന്നത്. വെറും കൈയോടെ കയറി ചെന്നാലേ അവരുടെ സങ്കടപ്പെട്ട മുഖം കാണാൻ വയ്യ. ഞാൻ വരുന്നുണ്ട് ഒരു ദിവസം 2 കാണാൻ. അല്ല എന്താ പരിപാടി? കുറെ നേരായാലും 2 കൂടി ഡോർ തുറക്കുന്നു അടക്കുന്നു, ഇത് തന്നെ. വൈകിയെ നോക്കുന്നതാ മോളെ. അവള് വൈകിട്ട് വരുമ്പോ എന്തേലും കഴിക്കാൻ കാണും. ആദ്യം 2 കൂടി മുട്ടയിടാൻ നടക്കും പോലെ പോകുന്നത്. മുറ്റിയിടെ ഞങ്ങൾ എൻ്റെ കോഴിയാനു. കോഴിയല്ല, 2 പൂച്ചക്കുഞ്ഞുങ്ങള്. കണ്ടില്ലേ, ഒരു വാലിനെ കുറവേ ഉള്ളൂ. വിഷം പറഞ്ഞു. എന്നെ അപ്പൂപ്പ കോഴിങ്ങനെ, അപ്പൂപ്പനും വാലുണ്ട്.
ഞാൻ രാവിലെ പോയപ്പോ ഇവിടെ എല്ലാം മനുഷ്യരായിരുന്നല്ലോ, ഇപ്പൊ പൂച്ചയും കുരങ്ങനൊക്കെ ആയോ? ഫ്ലാറ്റിലേക്ക് കയറിക്കൊണ്ട് വൈക ചോദിച്ചു. ആയ് അമ്മ, പാപ്പ വാങ്ങിച്ചോ? പിന്നെ വാങ്ങാതെ ഇങ്ങോട്ട് നിങ്ങളെന്നെ കയറില്ലെന്ന് എനിക്കറിയില്ലേ. ആദ്യം താ, ഞാൻ പ്ലേറ്റിലാക്കി തരാം. ചായ ഇട്ട് വെച്ചിട്ടുണ്ട്. നിനക്കിപ്പോ കാപ്പി ഇടാം. പോയി ഡ്രസ്സ് മാറി വാ. ഞാനിടാം, നീ ഇവർക്ക് കഴിക്കാൻ കൊടുക്ക്. ജോയിച്ചാൻ പോയോ? ആ, വേറെ എവിടെയോ പോണം പോലും. അത് കഴിഞ്ഞ് നാട്ടിലേക്കുള്ളൂ.